എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്താണ് ആ തീരുമാനം? അതാണ് നാം ഇന്ന് നോക്കുന്നത്. ഒരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇത് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഈ വീഡിയോ ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ കണ്ടാലും ഇനി എത്ര കാലം കഴിഞ്ഞ് കണ്ടാലും കാണുന്ന സമയത്ത് നിങ്ങൾക്കിത് ബാധകമായിരിക്കും. ഇത് നിങ്ങൾക്ക് കാണുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ഫയലാണ്, ഒരു കാർഡ് അറേഞ്ച്മെൻറ്റാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് റീഡിങ്ങിലേക്ക് വേഗം പോകാം. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്താണതെന്നാണ്. ഒന്നാമത്തെ കാർഡ് ഒരുമിച്ച് ചേരാനാണ് ആ തീരുമാനം, അകലാനല്ല. ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ, ആഗ്രഹത്തിൽ നിങ്ങളുമായി ചേർന്ന് പോകണം. നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആ വ്യക്തി മനസ്സിൽ കാണുന്നുണ്ട് ചില കാര്യങ്ങൾ. ആ വ്യക്തി ചില ഉദ്ദേശങ്ങളുണ്ട്, ചില സ്വപ്നങ്ങളുണ്ട്. നിങ്ങളെ കണ്ട മാത്രയിൽ ആ വ്യക്തിക്ക് ആ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒരുമിച്ച് ചേരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് ഒരു ജീവിതം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒന്നായിത്തീരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ വല്ലാത്ത ഒരു ഫീലിങ്സാണ്, വല്ലാത്തൊരു അന്തരീക്ഷമാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ ഒരു സാന്നിധ്യവും സാമീപ്യവും ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി എടുത്ത തീരുമാനവും അതിലധിഷ്ഠിതമാണ്. നിങ്ങളുമായി ഒരുമിച്ച് ചേരുക, നിങ്ങളുമായി ഒന്നായിത്തീരുക, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സ്വപ്നങ്ങൾ പങ്കുവച്ച് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളതും. തീർച്ചയായിട്ടും അത് നടക്കാൻ ആ വ്യക്തി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾക്കപ്പുറത്തേക്ക്, എല്ലാത്തിലും അപ്പുറത്തേക്ക് നിങ്ങളുമായി ചേർന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷവും അതുതന്നെയാണ്. നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാം. നിങ്ങളുമായിട്ടുള്ളൊരു നല്ല ജീവിതം, നിങ്ങളുമായിട്ട് മോശപ്പെട്ടൊരു ജീവിതമല്ല, ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള ജീവിതം, നല്ല സമയങ്ങൾ, നിങ്ങൾ തമ്മിൽ ഉള്ള സമയങ്ങൾ ഒരുപാട് നന്നായിട്ട് ഉപയോഗിക്കുക. പരസ്പരം സംസാരിക്കുക, പരസ്പരം ആശങ്കകൾ പങ്കുവെക്കുക, പരസ്പരം ദുഃഖങ്ങൾ പങ്കുവെക്കുക. അങ്ങനെ ഒരു ദുഃഖവും ഇല്ലാതാവും. നിങ്ങൾ ദുഃഖത്തിന് വേണ്ടി കാത്തിരിക്കും, ആ വ്യക്തിയോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി. ഒരു ദുഃഖവും നിങ്ങൾക്ക് ഈശ്വരൻ നൽകില്ല. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുത്ത തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾക്കൊപ്പം ജീവിക്കാനാണ്, നിങ്ങൾക്കൊപ്പം നിലകൊള്ളാനാണ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്ഥാനം നേടാനാണ്. ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ പോസിറ്റീവാണ്. നമ്മൾ 2 കാർഡ് ഇതുവരെ നോക്കി. നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ പോസിറ്റീവ് തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾക്കൊപ്പം, നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ഉള്ളിലെപ്പോഴും ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തുവച്ചത് നിങ്ങളോടുള്ള ഒപ്പമുള്ള സമയം അത് ചിലവഴിക്കാനാണ്. ചിലവഴിച്ച് നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ, നിങ്ങളുമായിട്ട് നല്ലൊരു സ്നേഹത്തിൽ കടന്നു പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രണയിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തി ഒരിക്കൽ പോലും വൃഥാവിലുള്ളൊരു ഇഷ്ടമോ സ്നേഹമോ ഒന്നുമല്ല. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്ന്, റൊമാൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും സമ്പൂർണ്ണതയാണ്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തന്നെ തയ്യാറാകുന്നു. ചിന്തയിലൊക്കെ ആ ആൾ മാത്രമേ ഉള്ളൂ. ആ ആളില്ലാതൊരു ചിന്തയില്ല, ആ ആളില്ലാതൊരു ജീവിതമില്ല. എത്രത്തോളം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുമോ, എത്രത്തോളം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയുമോ, അതേ താളത്തിൽ, അതേ ഇഷ്ടത്തിൽ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തി ഇല്ലാതെ ഒന്നും പറ്റാതെ ആകുന്നു. ആ വ്യക്തി എടുക്കുന്ന തീരുമാനം, നിങ്ങൾ ആ വ്യക്തിയോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തി എടുക്കാൻ പോകുന്ന തീരുമാനം നിങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക, നിങ്ങളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുക, നിങ്ങളെ മാത്രം ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക. അതുതന്നെയാണ് അടുത്ത കാർഡായിട്ട് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാൻ. സാഹചര്യങ്ങൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും അനുകൂലമാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. എന്നിട്ട് വേണം ആ വ്യക്തിക്ക് മതിമറന്ന് ജീവിക്കാൻ നിങ്ങളോടൊത്ത്. എന്നിട്ട് വേണം ആ വ്യക്തിക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ. ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ്, നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ളൊരു ജീവിതം.
ആ ജീവിതത്തിൽ ആ വ്യക്തി ഒരുപാട് സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നു, ഒരുപാട് ഇഷ്ടങ്ങൾ ആ വ്യക്തി മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഇഷ്ടം, സ്നേഹം ഒക്കെ ആ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു വ്യക്തി, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു വ്യക്തി, എല്ലാം നിങ്ങൾക്ക് വേണ്ടി. പിന്നെ ഏറ്റവും വിശിഷ്ടമായൊരു തീരുമാനം ആ വ്യക്തി എടുത്തിരിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നിക്കുമ്പോൾ ഭൗതികവും ആത്മീയവുമായ ഒരു മുന്നേറ്റം. കേവലം പ്രണയം മാത്രമല്ല, ഭൗതികമായ ജീവിതത്തിൽ പോലും, കരിയറിൽ, ഇഷ്ടത്തിൽ, സംരംഭങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഉദിക്കുന്ന ഐഡിയകൾ, ആശയങ്ങൾ, അത് സംരംഭമാക്കി മാറ്റുക, വർക്കുകളാക്കി മാറ്റുക, ജോലിയാക്കി മാറ്റുക. ജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ നേട്ടങ്ങൾ ഒരുമിച്ച് നിന്ന് നേടാൻ കഴിയും. സർഗ്ഗഭാവനയുള്ള സംഗീതമാകാം, കലയാകാം, ഏതെങ്കിലും തരത്തിലുള്ള രീതിയിലുള്ളതാകാം, അല്ലെങ്കിൽ ഒരേ പ്രൊഫഷനിലുള്ളവരായിരിക്കാം. അപ്പോൾ ആ രീതിയിൽ ഭൗതികമായി ഒരുമിച്ച് ജോലി ചെയ്യാനും, ഒരുമിച്ച് പ്രവർത്തിക്കാനും, ഒരുമിച്ച് ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും ഒരുമിച്ച് നേടുവാൻ ആഗ്രഹിക്കുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിൽ പ്രശ്നമുണ്ടെങ്കിലും എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് നിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അത് കൈവരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് നിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും നേടാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു അകൽച്ച തോന്നാത്ത രീതിയിൽ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പ്രതിസന്ധി തോന്നാത്ത രീതിയിൽ ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിലെ എല്ലാ വശങ്ങളും ചിന്തിക്കുന്നു. ആരെയും വേദനിപ്പിക്കാതെ, നിങ്ങളെ ഒരു കാര്യത്തിലും വേദനിപ്പിക്കാതെ, നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടാക്കാതെ ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അത് ഏറ്റവും വലിയ ഒരു സന്തോഷമായി മാറുന്നു. ബാലൻസ് ചെയ്യുന്ന ജീവിതം. ജീവിതത്തിൽ ഒരു തലം മാത്രമല്ല, ആത്മീയതയുണ്ട്, ഭൗതികതയുണ്ട്, പ്രണയമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെയും എല്ലാ തരത്തിലുള്ള ചിന്തകളെയും പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ശക്തമായി നിലകൊള്ളുക. അടുത്ത കാർഡ് അതാണ്, സ്ട്രെങ്ത്താണ് പറയുന്നത്. നിലകൊള്ളുക, നിലപാടുകളിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുക. ആ വ്യക്തി എടുത്ത ഏറ്റവും വലിയ തീരുമാനമാണ്. എന്ത് പ്രതിസന്ധി വന്നാലും ഒരുമിച്ച് നിൽക്കുക. നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കാനോ ചീത്ത പറയാനോ വന്നാൽ ശക്തമായി ആ വ്യക്തി നിൽക്കും. ആ വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ നിങ്ങൾ നിൽക്കും. അങ്ങനെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, ഏറ്റവും ദൃഢമായ, ഏറ്റവും ശക്തമായ രീതിയിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വലിയ തരത്തിലുള്ളൊരു ബന്ധം ഉണ്ടാകുകയും വലിയ തരത്തിൽ ഒരുമിച്ച് നിൽക്കുകയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നു. ഒരിക്കലും ഒരു പ്രതിസന്ധിയും തടരാതെ എല്ലാത്തിനെയും ഒരുമിച്ച് നിന്ന് നേരിടാനായിട്ട് ശ്രമിക്കുന്നു. ഒരു പ്രതിസന്ധി ഉണ്ടാകാതെ, ഒരു അലോസരമില്ലാതെ, ആരൊക്കെ എന്തൊക്കെ വന്നാലും ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കുക. ഒരുമിച്ച് നിന്ന് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുക. സംഘർഷങ്ങളുണ്ടാകും, ഒറ്റക്ക് നിൽക്കുമ്പോൾ വിഷമം ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾക്കൊറ്റക്ക് നേരിടാൻ കഴിയാത്തൊരു സംഗതിയെ ആ വ്യക്തിക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ നേരിടും. ആ വ്യക്തിക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് മുന്നേറും. അങ്ങനെ ജീവിതത്തിൽ നേട്ടങ്ങളും പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ പോകും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യും, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും. ഒരുമിച്ച് നിന്ന്, ഒറ്റയ്ക്ക് നിന്ന് പോരടിച്ച് ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ജീവിതയാത്രയിൽ ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി എടുത്ത തീരുമാനമാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒരിക്കൽ പോലും ഒറ്റക്ക് നിങ്ങളെ ആക്കില്ല ആ വ്യക്തി. ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നിങ്ങൾ ആ യാത്രയിൽ വേണ്ടാന്ന് പറഞ്ഞാലും ആ വ്യക്തി അതൊന്നും നോക്കാതെ, അതൊന്നും പരിഗണിക്കാതെ ഒരുമിച്ച് നിങ്ങളോടൊപ്പം ആ യാത്രയിൽ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ആ വ്യക്തിക്ക് എപ്പോഴും ആഗ്രഹവും അതുതന്നെയാണ്. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ വിജയക്കൊടി ആ വ്യക്തി പാറിക്കും. നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ടാണ് ആ വ്യക്തി ആ തീരുമാനം എടുത്തിരിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങൾ കിട്ടിയേ തീരൂ, നിങ്ങളുണ്ടായേ തീരൂ. വിജയങ്ങൾ ഓരോന്നോരോന്നാവുമ്പോൾ, നേടുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ വിജയങ്ങൾ തന്നെ നിങ്ങളൊപ്പമുള്ളതാണ് ആ വ്യക്തിയുടെ വിജയം. ആ വ്യക്തി അത് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളില്ലെങ്കിൽ ഒരു വിജയവും വേണ്ടെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളില്ലാത്ത വിജയങ്ങൾ വിജയമല്ല, നിങ്ങളില്ലാത്ത രാത്രികൾ രാത്രിയല്ല, നിങ്ങളില്ലാത്ത പകലുകളല്ല. ആ വ്യക്തിക്ക് നിങ്ങൾ കിട്ടിയേ തീരൂ. ഏറ്റവും കൂടുതൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ കിട്ടാനാണ്, നിങ്ങളെ സ്വന്തമാക്കാനാണ്, നിങ്ങൾക്കൊപ്പം ജീവിക്കാനാണ്. അല്ലാതെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാനോ
ഒരു കാര്യത്തെക്കുറിച്ച് ആ വ്യക്തി ഓർമ്മിക്കാൻ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല.